ഹായ്. ഇന്നത്തെ മെയിൽ വളരെ ചെറിയൊരു മെയിലാണ്. വളരെ എൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഒരു മെയിൽ വന്നിട്ടുള്ളത്. കുമാരപുരത്ത് നിന്ന് സുദർശൻ എന്നൊരാളിൻ്റെതാണ് മെയിൽ. ഒറ്റ ചോദ്യം മാത്രമാണുള്ളത്. ഒരു ബന്ധത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായിരുന്നാലും ആരുടെ ഇടയിലാണെങ്കിലും ഒരു ബന്ധത്തിൽ വിശ്വാസത്തിനാണോ സ്നേഹത്തിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ എന്നൊരൊറ്റ ചോദ്യം മാത്രമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്, ഞാൻ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നറിയാനാണ് സുദർശൻ ആ മെയിൽ അയച്ചിട്ടുള്ളത്. താങ്ക് യു സുദർശൻ. താങ്കളുടെ മെയിൽ ഞാൻ ഇതിനുള്ള മറുപടിക്കാണ് ഇപ്പോൾ വന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവായി മെയിൽ അയക്കുന്നവർ എൻ്റെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസുമായിട്ട് എൻ്റെ മെയിൽ വരരുത്. ഞാൻ ഒരു മറുപടിയും തരില്ല. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും എൻ്റെ അമ്മയുമാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. കലാപരമായ കാര്യങ്ങളിലും ഒരുപാട് പ്രവർത്തിക്കുന്നു. സോഷ്യൽ വർക്കർ കൂടിയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അല്ലാതെ വേറൊന്നും തന്നെ എനിക്ക് എന്നെക്കുറിച്ച് പറയാനില്ല. ഞാൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ, എന്നെ ആരെങ്കിലും പ്രണയിച്ച് പറ്റിച്ചിട്ടുണ്ടോ, ഇപ്പോൾ പ്രണയമുണ്ടോ, കണ്ണുകൾ കണ്ടിട്ട് പ്രണയം ഉള്ളതുപോലെ തോന്നുന്നല്ലോ, ഇത്തരത്തിലുള്ള മെയിൽ ദയവായി എനിക്ക് അയക്കരുത്. ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇതിനൊന്നിനും ഒരു മറുപടിയും ഞാൻ പറയില്ല. ഓക്കെ. ഇതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കോമൺ ടോക്കിലൊക്കെ വരുമ്പോൾ, ലൈവിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ചിലപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ മറുപടി പറയുമായിരിക്കും. ഈ മെയിൽ ഇട്ടിരിക്കുന്നത് എന്നോട് ഒത്തിരി പേർക്ക് സംസാരിക്കണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചതും കൂടി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെയിൽ ഐ ഡി നിങ്ങൾക്ക് തന്നത്. അതിൽ നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ സുദർശൻ്റെ മെയിലിലേക്ക് തന്നെ പോവുകയാണ്. സുദർശനൻ എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബന്ധത്തിൽ ഏറ്റവും വലുത് വിശ്വാസമാണോ സ്നേഹമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഏതൊരു ബന്ധത്തിൻ്റെയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ നൈബേഴ്സ് ആയിക്കോട്ടെ, ആരായിരുന്നാലും ഒരു ബന്ധത്തിൻ്റെ അടിത്തറ എന്നുള്ളത് എൻ്റെ ഒപ്പീനിയനിൽ, എൻ്റെ വ്യൂവിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ വിശ്വാസം ആണ്. കാരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും വിശ്വാസം ഉണ്ടായിരുന്നാൽ മതിയോ, സ്നേഹം വേണ്ടേന്ന്. എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എത്രയോ ആളുകളെ കാണുന്നു, എത്രയോ ആളുകളെ പരിചയപ്പെടുന്നു. നമ്മൾ എത്ര പേരെയാണ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലെടുത്ത് വെക്കാൻ കഴിയുന്നത്? 1, 2, 3 പേരോടൊക്കെ ആയിരിക്കും നമ്മളൊന്ന് ഓപ്പണായി സംസാരിക്കുന്നത് പോലും, അല്ലേ? ബാക്കിയുള്ളവരെല്ലാവരും കാണുക, ചിരിക്കുക, ഹലോ പറയുക, നമ്മൾ പോകുന്നു. പക്ഷെ നമുക്ക് ചിലവരോട് മാത്രമായിരിക്കും ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. അത് 100 ഒരാളോടോ 10 ഒരാളോടോ ഒക്കെ ആയിരിക്കും നമുക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം, ഒരു സോൾ കണക്ഷൻ ഉണ്ടാകുന്നത്. ആ വിശ്വാസത്തിൽ നിന്നാണ് പിന്നെ ആ ബന്ധത്തിനൊരു പുതിയ ഡെഫിനിഷനും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കെല്ലാം ബന്ധത്തിൽ നമുക്കുണ്ടായ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെയാണ് അയാളോട് നമുക്കൊരു സ്നേഹം ഉണ്ടാകുന്നത്. എൻ്റെ ഒപ്പീനിയനാണ്. ആദ്യം സ്നേഹം ഉണ്ടാകുന്നു, പിന്നെ വിശ്വാസം ഉണ്ടാകുന്നു. അങ്ങനെയല്ല, ആദ്യം വിശ്വാസവും പിന്നെ സ്നേഹവും. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിനൊരു ഉറപ്പുണ്ടാകുള്ളൂ. നമ്മൾ ഒരാളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഒരു ബന്ധത്തിൻ്റെ അടിത്തറ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസത്തിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരാളിൽ ഞാൻ അർപ്പിച്ച വിശ്വാസത്തിന് എനിക്കൊരു ഇളക്കം തട്ടുകയാണെങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ആ വിശ്വാസത്തിൻ്റെ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയുള്ളൂ. തെളിവുകളുണ്ടെങ്കിൽ മാത്രമാണ്. അല്ലാതെ ആരോപണങ്ങളോ മറ്റൊരാൾ വന്ന് ചെവിയിൽ പറഞ്ഞു തരുന്നതോ എവിടെയെങ്കിലും മർമറിങ് ചെയ്യുന്നതോ കേട്ടുകൊണ്ട് ഒരാളിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല. എന്നോട് നമ്മളിപ്പോൾ ഒരു പുതിയ റിലേഷന് ഒരു കൂട്ടുകാരടുത്തോ ആരുടെടുത്തൊക്കെ മിണ്ടുമ്പോൾ ചില ആൾക്കാർ പറയും, അയ്യോ അവരുടെ അടുത്ത് മിണ്ടല്ലേ, അവർ ഭയങ്കര കുഴപ്പമാണോ, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനൊരിക്കലും അതൊന്നും ചെവിക്കൊള്ളില്ല. കാരണം എനിക്ക് ആ ആളെങ്ങനെയാണോ, എനിക്ക് ആ ആൾ സേഫാണോ, എനിക്ക് ആളെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, ആ ആൾ എന്നോട് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഒരാളെ വിശ്വാസത്തിലെടുക്കുന്നതും ആ ആളോട് റിലേഷൻ ഉണ്ടാകുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റിലേഷന് അടിത്തറയുള്ളൂ. എന്നെ സംബന്ധിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് വിത്ത് പ്രൂഫ് എവിഡൻസോടുകൂടി ഒരാളിലുള്ള ഞാൻ അർപ്പിച്ച വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നഷ്ടപ്പെടുന്ന വിശ്വാസം പിന്നെ ഞാൻ ഈ ജന്മം മൊത്തം ജീവിച്ചാലും എനിക്ക് ആ ആളെ വിശ്വസിക്കാൻ കഴിയില്ല. ഇനി അയാൾ എനിക്ക് വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങളെ വിശദമാക്കി കൊണ്ടുവന്നാൽ പോലും, അല്ലെങ്കിൽ അതിനെ തിരുത്തി വന്നാൽ പോലും, പഴയ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ ചെല്ലില്ല. എൻ്റെ മനസ്സവിടെ എത്തില്ല. എൻ്റെ മനസ്സിൽ അയാൾ
എന്നെ സംബന്ധിച്ച് അതവിടെ അസ്തമിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരിക്കലും അതിനെ കൂട്ടിയോജിപ്പിച്ച് വെക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, വെച്ചാലും അതത്ര ചേർന്നിരിക്കില്ല. ഇങ്ങനെ ഇളകി പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം ഒരിക്കൽ തകർന്ന വിശ്വാസത്തെ 1000 കാരണങ്ങൾ കൊണ്ടുപോലും പിന്നെ അത് പഴയ അവസ്ഥയിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത് വിശ്വാസം തന്നെയാണ്. ഇപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കടലിൽ ചാടുകയാണ്, നമുക്ക് നീന്താൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ കടലിൽ ചാടിയാലും ഞാൻ രക്ഷപ്പെടും, ഞാൻ ജീവനോടെ തിരികെ വരും എന്ന് ഞാൻ വിശ്വസിച്ചാൽ കടലിൽ ചാടുന്ന ഞാൻ എങ്ങനെയായിരുന്നാലും രക്ഷപ്പെട്ട് കരയിൽ വരും. അതാണ് വിശ്വാസത്തിൻ്റെ ബലം. ഞാനൊരു കഥ പറഞ്ഞുതരാം, ഒരു സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഒരു ഫ്ലാറ്റിൽ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. 6ാമത്തെ നിലയിലാണ് അവർ താമസിച്ചിരുന്നത്. കുഞ്ഞു കുട്ടിയാണ്, 5 വയസ്സ് പ്രായം. അപ്പോൾ അച്ഛനും മകനും മാത്രമേ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം രാവിലെ അച്ഛൻ ഉറക്കം നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അച്ഛൻ കുട്ടിയെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി നടന്നിട്ട് വന്നിട്ട് കുട്ടിക്ക് വിളിച്ചുണർത്താമെന്നൊക്കെ കരുതി അച്ഛൻ നടക്കാൻ പോകുമ്പോൾ നടന്ന് പകുതി വഴിയിലെത്തുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ആ ഫ്ലാറ്റിൽ തീ പിടിച്ചു. അപ്പോഴെന്നെ അച്ഛൻ ഓർത്തു, അയ്യോ എൻ്റെ കുഞ്ഞ് 6ാമത്തെ നിലയിൽ ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നല്ലോ, ദൈവമേ ആ ഫ്ലാറ്റിൽ തീ പിടിച്ചു, എൻ്റെ കുട്ടിയുടെ അവസ്ഥ എന്താകും എന്ന് കരുതി ആ അച്ഛൻ നടക്കാൻ പോയ അച്ഛൻ തിരികെ ഓടുകയായിരുന്നു. ഓടി വന്ന് അദ്ദേഹം ഫ്ലാറ്റിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ 6ാമത്തെ നിലയിൽ ഒക്കെ പുകയാണ്, ഭയങ്കര പുകയാണ്. ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കുക, അച്ഛ 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 എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലവിളി കേൾക്കുക 6ാമത്തെ നിലയിൽ. അപ്പോൾ ഈ അച്ഛൻ താഴെ നിന്ന്, മോനെ അച്ഛൻ താഴെയുണ്ട് മോനെ, നീ താഴോട്ട് ചാടൂ എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. കുട്ടിക്ക് അച്ഛനെ കണ്ടുകൂടാ, കാരണം മൊത്തത്തിൽ പുകയാണ്. അപ്പോഴാ കുട്ടി ജനൽ തുറന്ന് നോക്കുമ്പോൾ ജനൽ തുറക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ കുട്ടി ഓടി ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട്, അച്ഛാ ഞാൻ താഴോട്ട് ചാടട്ടെ, എനിക്ക് അച്ഛനെ കണ്ടുകൂടാ എന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, മോൻ താഴോട്ട് ചാട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്നെ പിടിച്ചോളാം, നീ പേടിക്കണ്ട, നീ താഴേക്ക് ചാടുന്നു. അച്ഛൻ താഴെയുണ്ട് എന്ന് ആ കുട്ടിയുടെ വിശ്വാസം കൊണ്ട് കുട്ടി 6ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. ആ തീയിൽ നിന്നും പുകയിൽ നിന്നും തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ കുട്ടി താഴേക്ക് ചാടുകയാണ്. അത് ആ കുട്ടിക്ക് അവൻ്റെ അച്ഛനുള്ള വിശ്വാസം കൊണ്ടാണ്. താഴേക്ക് ചാടിയ അവനെ അച്ഛൻ സുരക്ഷിതമായി തന്നെ അവനെ കൈകളിൽ എടുക്കുകയും കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ കുട്ടിക്ക് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല. കുട്ടിക്ക് അച്ഛനുള്ള വിശ്വാസമാണ്, അച്ഛൻ താഴെയുണ്ടെന്ന്, ശബ്ദം കേൾക്കാം. അപ്പോൾ ഞാൻ താഴോട്ട് ചാടിയാൽ എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം കൊണ്ടാണ് കുട്ടി താഴേക്ക് ചാടുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ബന്ധത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും. അത് സൗഹൃദങ്ങളുടെ ഇടയിലായിരുന്നാലും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായിരുന്നാലും ഏത് ബന്ധങ്ങളുടെ ഇടയിലും വിശ്വാസത്തോളം പ്രാധാന്യം മറ്റൊന്നിനും തന്നെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സുദർശൻ, ഹാപ്പി ആയോ? ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. സീ യു ഓൾ, ബൈ.